പെട്ടെന്നൊരു ഗൾഫുകാരൻ്റെ ആലോചന വന്നപ്പോൾ ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല. എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്തണമെന്ന് മാത്രമായിരുന്നു മനസ്സിൽ. അതുകൊണ്ടാണ് അവർ ചോദിച്ച സ്ത്രീധനം ഏത് വിധേനയും കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചതും അതിനുവേണ്ടി കഷ്ടപ്പെട്ടതും. പക്ഷെ അത് ശരിയല്ല. സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചുകൂടാ എന്റെ അനിയത്തിമാരെന്താ കച്ചവട വസ്തുക്കളാണോ? വിവാഹം കച്ചവടമാണോ? ആണോ? വേണ്ടേ വേണ്ട. വിവാഹ കമ്പോളത്തില് എന്റെ പെങ്ങന്മാരെ കച്ചവടത്തിന് വെക്കാൻ ഞാൻ ഇല്ലേ ഇല്ല. എന്റെ പെങ്ങന്മാർക്ക് സ്വത്തും പണവും മോഹിക്കാത്ത ചെക്കന്മാരാണ് വേണ്ടത്. അവർക്ക് എന്നെ പോലെ എന്റെ അനിയത്തിമാരെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും സാധിക്കണം. അങ്ങനെയുള്ള ചെക്കന്മാർക്ക് മാത്രമേ ഞാൻ നിങ്ങളുടെ കൈ പിടിച്ചു കൊടുക്കൂ. അപ്പൊ സ്ത്രീധനം ചോദിച്ച് ഈ കുടുംബത്തിൽ കാല് കുത്തുന്നവന്മാരുടെ കാലുമുട്ട് ഞാൻ തല്ലി പിടിക്കും. മനസ്സിലായോ? അല്ല പിന്നെ. അപ്പൊ ഇതല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, സ്ത്രീധനം ചോദിച്ചു വരുന്നവർക്ക് ചേച്ചിയെ കല്യാണം കഴിച്ചു കൊടുക്കരുതെന്ന്. അതെ. അപ്പൊ ഏട്ടൻ എന്താ പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞത്? ഈ സ്ത്രീധനം കൊടുക്കുന്നതൊക്കെ സാധാരണ രീതിയാണ്, നമ്മൾ കൊടുക്കണം എന്നല്ലേ? അങ്ങനെ പറഞ്ഞു. ഇപ്പൊ എന്താ ഈ മനമാറ്റത്തിന് കാരണം? എന്റെ മനസ്സില് ദേവി ചില അരുളപ്പാടുകൾ നടത്തി. ഏത് ദേവി? കരിനീലിക്കാവിലമ്മയാണോ? ഇത് വേറൊരു ദേവി. ഏതായാലും ആ ദേവി എന്റെ കണ്ണു തുറപ്പിച്ചു. ഞാൻ ധരിച്ചു വെച്ചിരുന്ന പലതും തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി. രത്നേ, രത്നേ, നിന്റെ വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പ് നിന്റെ അഭിപ്രായം ഞാൻ ചോദിക്കണമായിരുന്നു. നിന്റെ മനസ്സറിയാൻ ഞാൻ ശ്രമിക്കണമായിരുന്നു. ഞാനത് ചെയ്തില്ല. അത് വല്ലാത്ത തെറ്റായിപ്പോയി. അത് ഏട്ടാ, അത് ഞാൻ എന്തായാലും ഇപ്പൊ വന്ന ആലോചന ഞാൻ വേണ്ടെന്ന് ഉറപ്പിച്ചു. ഇനി ഒരു ആലോചന വരുമ്പോ മോളുടെ മനസ്സിലുള്ള ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഏട്ടൻ അറിയണം. അങ്ങനെ ഒരു ചെറുക്കനായിരിക്കും ഏട്ടൻ ഇനി കണ്ടുപിടിക്കാൻ. അല്ല, ഇനി മോളുടെ മനസ്സിൽ വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതും ഏട്ടനോട് പറയാം. അങ്ങനെ ആരെങ്കിലും മോളുടെ മനസ്സിലുണ്ടോ? നിങ്ങളോട് ഞാൻ ഇത് തന്നെ പറയാം. നിങ്ങളുടെ മനസ്സിൽ എന്ത് ഇഷ്ടമുണ്ടെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും അതെന്നോട് പറയണം. അതെന്ത് തന്നെ ആയാലും മനസ്സ് തുറന്ന് ഏട്ടനോട് സംസാരിക്കണം. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല ഏട്ടാ. ഏട്ടന്റെ ഇഷ്ടമാണ് ഞങ്ങളുടെയും ഇഷ്ടം. ഏട്ടന്റെ തീരുമാനമാണ് ഞങ്ങളുടെയും തീരുമാനം.